ആറ്റത്തിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് 3D സബ്ഷെല്ലിലാണ്. ഈ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഈ ആറ്റത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗ്രൂപ്പ് നമ്പർ എത്ര എന്നാണ് ചോദിച്ചത്. ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? 1 അല്ലെങ്കിൽ 2 ബ്ലോക്ക്, ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഹൈ കീ ലേണിങ്ങിൻ്റെ മോർണിംഗ് ബൂസ്റ്റർ ചലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി കെ. അപ്പോൾ നമ്മൾ മോർണിംഗ് ചലഞ്ചുമായിട്ട് നല്ല വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കുവാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല കളയാനായിട്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാറ്റത്തിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് 3D സബ്ഷെല്ലിലാണ്. ഈ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഈ ആറ്റത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അറ്റോമിക നമ്പർ എത്ര? പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? പീരീഡ് നമ്പർ കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് നമ്പർ എത്ര എന്നാണ് ചോദ്യം വന്നേക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരാറ്റത്തിൽ 3D സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താ പറഞ്ഞേക്കുന്നത്? 3D സബ്ഷെല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺസും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. 3D7 ആയിരിക്കും അവസാനം വരുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7. ഇതാണല്ലോ, ഇങ്ങനെയാണ് നമ്മളതങ്ങ് എഴുതി വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കിയേ, ഒരു ചോദ്യം അതല്ലായിരുന്നോ എന്ന് നോക്കിയേ. ഏത് ക്വസ്റ്റ്യനാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, 2, 4, 10, 12, 12 6, 18, 20, 27. അപ്പോൾ അറ്റോമിക് നമ്പർ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 27 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ ഇസഡ് 27 ആണ്, കൊബാൾട്ട് ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ഒന്ന് നോക്കി. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്തേക്കുന്നത് ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും അല്ലേ? ഡി ബ്ലോക്ക് എലമെൻ്റ് ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയേ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? പീരീഡ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, പീരീഡ് നമ്പർ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് പീരീഡ് നമ്പർ നോക്കുക? എൻ ഷെല്ല്, നമ്പർ ഓഫ് എൻ അല്ലേ? എൻ ഏതാണ് അവസാനിച്ചേക്കുന്നതെന്നാണ് നോക്കിയേക്കണേ. ഇവിടെ നമ്മൾ പറഞ്ഞു 3Dയിലാണ് ഇലക്ട്രോൺസ്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോൺ 3Dയിലാണല്ലേ അവസാനം ഫില്ല് ചെയ്യണതാണെങ്കിൽ പോലും അതിന് മുമ്പ് 4s കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ n=4 ആണ് ഏറ്റവും വലിയ ഷെല്ലായിട്ട് വരിക. സോ 4th പീരീഡിലെ ഒരു എലമെൻ്റ് ആണ്, 4th പീരീഡിലെ എലമെൻ്റ് ആണ് അല്ലേ? 4th പീരീഡിലെ എലമെൻ്റ് ആണ്. ഇനി നോക്കിയേ, ഗ്രൂപ്പ് നമ്പർ എത്ര എന്നാണ് ചോദിച്ചത്. ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം അല്ലേ? 1 അല്ലെങ്കിൽ 2 ബ്ലോക്ക്, ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ NS1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആയിരിക്കും, NS2 ആണ് അവസാനം വരുന്നതെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും വരിക. ഇനി പി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? നമ്മുടെ 13 to 18th ഗ്രൂപ്പ് എലമെൻറ്റ്സാണ് വരിക പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് പി ഷെല്ലിൽ വന്ന് ഫില്ല് ചെയ്യും. അതാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. പക്ഷേ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S+P+10 ചെയ്യുക. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കാര്യം S+ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ S പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ P
പ്ലസ് ഒരു 10 കൂടെ ആഡ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ് കിട്ടും. ഇനി ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ചെയ്യാനായിട്ട് എസ് പ്ലസ് ഡി ചെയ്യുക. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ട എന്ത് മാത്രമേ ഉള്ളൂ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഷെൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഷെൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 + 7 വരും, 9 ആണ്. 9th ഗ്രൂപ്പ് എലമെൻ്റ് ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതായല്ലോ. എല്ലാം കഴിഞ്ഞില്ലേ നോക്കിയേ. നമ്മൾ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി, ഏത് ബ്ലോക്കാണെന്ന് കണ്ടുപിടിച്ചു, ഏത് പീരീഡ് ആണെന്ന് കണ്ടുപിടിച്ചു, ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്നുള്ളതും കണ്ടുപിടിച്ചു. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാമെന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ പൊതുവേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, +1 അല്ലെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ചില ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക, ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, മഗ്നീഷ്യം, ഫ്ലൂറിൻ, ക്ലോറിൻ ഇങ്ങനെയുള്ള എലമെൻസിൻ്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ അറിഞ്ഞ് വെക്കുക, പഠിച്ച് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ സോഡിയം എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ് അല്ലേ, ഓക്സിജൻ എന്ന അപ്പുറത്ത് കിടക്കുന്ന പി ബ്ലോക്ക് എലമെൻ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, Na2O എന്ന് പറയുമ്പോഴത്തേക്കും Na2O-നെ ഞാനിവിടെ എക്സ് പ്ലസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അറിയില്ലാത്ത എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ് ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ ഓക്സിജൻ്റെ -2 ആണെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ എങ്ങനെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, x/2 അല്ലേ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ മുകളിൽ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം അല്ലേ, അങ്ങനെ നമ്മൾ. അപ്പോൾ x/2 + -2 × 1 = 0 എന്ന് ചെയ്യും അല്ലേ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x - 2 = 0 എന്ന് കിട്ടും. 2x = 2 കിട്ടും, x = +1 കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സോഡിയം എന്ന് പറയുന്നത് +1 ആണ് അല്ലേ, ഓക്സിജൻ എന്ന് പറയുന്നത് -2 ആണ്. ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് നമ്മളത് ചെയ്തതെന്നുള്ളത്. ഇനി അടുത്ത നോക്കി, KBr പൊട്ടാസ്യത്തിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലേ. പൊട്ടാസ്യത്തിനെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ബ്രോമിൻ്റെ -1 ആണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ വരുന്ന. ഇവിടെ നമ്മൾ KBrനെ എങ്ങനെ ചെയ്താൽ മതി, x × 1 പ്ലസ് ഇവിടെ 1 × 1 അല്ലേ, Br-ഉം 1 ഉള്ളൂ, = 0 ചെയ്താൽ മതി. അപ്പോൾ x -1 ആണ് ബ്രോമിൻ്റെ അല്ലേ. അപ്പോൾ x - 1 = 0, x +1 വരും. അപ്പോൾ അതും നമുക്ക് കിട്ടും, x = +1. അപ്പോൾ ഇവിടെ +1 ആണ്, ഇവിടെ -1 ആണ് ആണല്ലോ. ഇനി കാൽഷ്യം ഓക്സൈഡിലെ കാൽഷ്യത്തിൻ്റെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്സിജൻ്റെ -2 ആണെന്ന് അറിയാം. ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് x - 2 = 0 ചെയ്യാം, x = +2 ആണല്ലോ. ഇനി മഗ്നീഷ്യവും ക്ലോറിനാണ്, ക്ലോറിൻ്റെ -1 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, x + -1 × 2 = 0 വരും. x - 2 = 0, x = +2 വരും അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ +2 ആണ്, കാൽഷ്യത്തിൻ്റെ +1 ആണ്, ഇതും +1 ആണ്. പൊട്ടാസ്യം +1 ആണ്, ബ്രോമിൻ -1 ആണ്, സോഡിയം +1 ആണ്, ഓക്സിജൻ -2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്മുടെ സിംഗിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഫ്രീ ആയിട്ട് നിൽക്കുന്ന എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ Zn എന്നുള്ളൊരു എലമെൻ്റാണ്. Zn + Cl2 gives ZnCl അല്ലെങ്കിൽ 2ZnCl എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാനും സബ്ഷെല്ലുകളിൽ നൽകിയിരിക്കുന്നു, അവരുടെ
എന്നും എല്ലും വിലകൾ കണ്ടുപിടിക്കാവുന്ന സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് 2s അല്ലേ. എസ് സബ്ഷെല്ല് തന്നിട്ടുണ്ട്, നമുക്കറിയാം എസ് സബ്ഷെല്ല് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് 2s എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ n എത്രയായിരിക്കും? നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. n ഉണ്ട്, l ഉണ്ട്, ml ഉണ്ട്, s ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. അപ്പോൾ ഇത് 4 കൂടെ നമുക്ക് എന്നും എല്ലും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ n തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? l വാല്യൂ വരും എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ നോക്കി, എന്നിൻ്റെ വാല്യൂ എത്ര? n ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ l ഈസ് ഈക്വൽ ടു എത്ര വരും? 1 ആയിരിക്കും അല്ലേ. l ഈസ് ഈക്വൽ ടു 1 വരും. പി നോക്കി, രണ്ടാമത്തെ നോക്കി, ഇവിടെ n ഈസ് ഈക്വൽ ടു 4 ആണ്. ഇവിടെ നമുക്ക് 1ഉം 0യും എഴുതാം, തെറ്റില്ല. n ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ l ക്യാൻ ഹാവ് ഏതൊക്കെ വാല്യൂസ് എല്ലിന് പോസിബിൾ ആണ്? എല്ലിന് പോസിബിൾ ആയിട്ടുള്ളത് എത്ര? n മൈനസ് 1 വരെയുള്ള വാല്യൂസ് അല്ലേ. അപ്പം 0, 1, 2, 3 വാല്യൂസ്, ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. ഇനി n ഈസ് ഈക്വൽ ടു 3 ആണ്. n ഈസ് ഈക്വൽ ടു 3 ആകുമ്പോഴത്തേക്ക് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ് എല്ലിൻ്റെ? l ഈസ് ഈക്വൽ ടു 0, 1, 2 ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. 5f ആണ് ചോദിച്ചേക്കണേ. n ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ l ഈസ് ഈക്വൽ ടു ഏതൊക്കെ വരാം? 0, 1, 2, 3, 4 ആൻഡ് 4 വരെ വരാം അല്ലേ. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് എല്ലിന് കിട്ടുക. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. കണ്ടോ, നമുക്ക് ആ ഒരു ഐഡിയ, നമുക്ക് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.